രാവിലെ തന്നെ നേരം വെളുത്തല്ലോ കർത്താവേ എന്ന് വിളിച്ചോണ്ടാട്ടോ എഴുന്നേറ്റത്. മുഖവും കഴുകി നേരെ അടുക്കളയിൽ വന്നിട്ട് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിപ്പോ എല്ലാം കൂടെ പൊട്ടിച്ചങ്ങ് എടുത്തിട്ടു. ലുലു ഉണ്ടായതുകൊണ്ട് ഇതുപോലെ വെട്ടിത്തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. എന്നിട്ട് ആ കടല ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിക്കാൻ വേണ്ടി കുക്കറിനകത്തോട്ട് എടുത്ത് അതും അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. എന്നിട്ട് നേരെ വന്ന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇന്ന് വറുത്തരച്ച തേങ്ങ വെക്കാന്ന് വിചാരിച്ചിട്ട് തേങ്ങയെല്ലാം കൂടെ വറുത്ത് കേട്ടോ. അത് പാക്കറ്റിൽ കിട്ടുന്ന തേങ്ങയാണ്. എളുപ്പപ്പണിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. എന്നിട്ട് ഞാൻ നാട് അരി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ചെറുതായിട്ടൊന്ന് കൈ മുള്ളിയിട്ടുണ്ടായിരുന്നേ. കഥക് തുറന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ദാണ്ട് അത്തപ്പൂക്കൾ ഇട്ട പോലെ കരിയില കിടക്കുകയായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അത് തൂത്ത് വൃത്തിയാക്കലായിരുന്നു എന്റെ പിന്നത്തെ പരിപാടി. ഒറ്റയടിക്ക് മുറ്റം മൊത്തത്തിൽ നിന്ന് തൂക്കണം എന്ന ആഗ്രഹമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയി ഓരോ കറികൾ ഉണ്ടാക്കാൻ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അപ്പുക്കുട്ടാണെങ്കിൽ ഇപ്പൊ ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനൊരു ബീട്രൂട്ട് തോരൻ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബീട്രൂട്ട് തോരനുള്ള അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അങ്ങനെ അതും ഉണ്ടാക്കി അതും കൂടെ അതിലോട്ട് തട്ടിട്ട് അത് അടച്ചു വെക്കാൻ വേവിച്ചു. അപ്പോഴത്തേനും നമ്മുടെ മീനിന്റെ അരപ്പ് തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് ഞാൻ മീൻ ഓരോന്ന് പറക്കി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അവിടെ ഇരുന്ന് മീൻകറി ആകുമ്പോഴത്തേന് കൊഞ്ച് ഞാൻ സീച്ചേട്ടനും അപ്പൂനും വേണ്ടിയിട്ടാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ കയ്യോടെ വറുത്തു. ഇതിന്റെ ഇടയ്ക്ക് രാവിലത്തേക്ക് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശയേ ഉള്ളൂ ചേച്ചി എന്നും ചോദിച്ചവർക്ക് ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കിളിമീൻ ഇരുന്നതും കൂടെ വറുത്ത് വെച്ചേ. ശേഷം മൊത്തത്തിലൊരു ഒട്ടപ്പാച്ചിലായിരുന്നു. എന്നിട്ട് ബസ് പിടിച്ച് അപ്പൂനെ കയറ്റി വിട്ട് തിരിച്ചു വന്നപ്പോൾ ഏട്ടനാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കായിരുന്നു. ഏട്ടൻ 9 മണിയാകുമ്പോൾ പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.